നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, രത്തൻ യു ഖേൽക്കറുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം കേരളത്തിലുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ വിവാദം തുടങ്ങിയത് ഇദ്ദേഹത്തെ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് വൈകാതെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. ഇതാണ് വിവാദത്തിന്റെ തുടക്കം. അപ്പോൾ ഒരു സാധാരണ ഒരു IAS ഓഫീസറെ, നിലവിൽ കേരള കേഡറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ, അതിലേറ്റവും മികച്ച ഈ മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ ആശയങ്ങളുമായിട്ടും ഒക്കെ അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാളിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മുമ്പ് പിണറായി വിജയൻ വന്നപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാളിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ ശിവശങ്കർ സാറ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ പലരും, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോൾ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് വിവാദം തുടങ്ങാൻ കാര്യം, നമ്മുടെ BJPയുടെ കഴക്കൂട്ടം MLA വി മുരളീധരൻ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടതിന് രാഷ്ട്രീയമായൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ബംഗാളിൽ സുവേന്ദു അധികാരി ജയിച്ചു വന്നപ്പോൾ അവിടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ആളിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അപ്പോൾ ഇത് കൊടും പാതകമാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കൂടെ ചാടി ഇറങ്ങി. ഇത് അതായത് മമത ഒരു വശത്ത് ഇറങ്ങുന്നു, മറുവശത്ത് രാഹുൽ ഇറങ്ങുന്നു. അതായത് ഇലക്ഷനിൽ BJPക്ക് അനുകൂലമായി, അറിയാലോ, SIR അത് ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. മമതയും ആക്രമിച്ചു. മമതയും ഒട്ടും മോശമല്ല. സുവേന്ദു അധികാരി പുല്ല് വില കൊടുത്തില്ല. ഒരു രോമത്തിൽ പോലും സ്പർശിക്കുന്നതായിട്ട് അദ്ദേഹം പരിഗണിച്ചില്ല. തികഞ്ഞ ഒരു മറുപടിയും കൊടുത്തില്ല, അവഗണിച്ചു കളഞ്ഞു. അവരവരെ കാര്യവും നോക്കി പോയി. ഇവിടെ കിടന്ന് ഈ മമതയും രാഹുലും ബഹളം വെച്ചത് തന്നെ മിച്ചം. പക്ഷേ ഒരു രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചതല്ലേ, അതിനൊരു മറുപടി തിരിച്ചു കോൺഗ്രസിന് കൊടുക്കണം. അതാണ് വി മുരളീധരൻ ചെയ്തത്. അദ്ദേഹം ഇവിടെ രത്തൻ യു ഖേൽക്കറെ ഇതുപോലെ നിയമിച്ചപ്പോൾ, ഇദ്ദേഹം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ആളാണ്. അപ്പോൾ അത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയോ എന്നുള്ള മട്ടിൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അത് സ്വാഭാവികമാണ്. ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആള്, ആ പാർട്ടിയോട് പ്രതിബദ്ധതയുള്ള ഒരു നേതാവ്, ഒരു MLA, ജയിച്ചു വന്ന MLA ആണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. അതായത് എൻ്റെ പാർട്ടിയെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും പറയും. അതാണ് അത് കൊടുത്തും മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ വി മുരളീധരൻ ഇട്ട ഈ പോസ്റ്റ്, നമ്മളിപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ ഒരു പണിയുമില്ല. അതായത് ഇവർക്ക് ജോലി ഇല്ല. അവർക്ക് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ് അവരുടെ പണി. കാരണം അവർക്കൊരു നേതാവ് പറയാനൊന്നുമില്ല. പിണറായി വിജയൻ തന്നെ കോക്രോച്ച് പാർട്ടി ചേരാൻ പോകുന്നു തോന്നുന്നു. നോക്കൂ, ആലോചിച്ച് നോക്കൂ. അത് സത്യം പറഞ്ഞാൽ അത് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യണ്ട. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമുക്കത് പിന്നീട് വരാം ആ വിഷയമായിട്ട്. കാരണം അത് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെ ഇറക്കണം, എന്നിട്ട് രാജിവെപ്പിക്കണം, ശൈലജ ടീച്ചറിനെ അവിടെ ധർമ്മടത്ത് മത്സരിപ്പിക്കണം, ജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ തർക്കവും വിവാദവും അടിപ്പണിയും എല്ലാം ഇതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ചാടി വീണു. വി.ഡി. സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ ആക്ഷേപവും ആ ജാതി പറച്ചിലും ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പട്ടികജാതിക്കാർ നമ്പൂതിരി മുതൽ നായാടി വരെ ചർച്ച ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, പിന്നെ ഇവര് ചർച്ച ചെയ്യുന്നില്ല, ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്യുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തിനു പറയുന്നു? യുക്തിവാദികള്. സാധാരണ കോൺഗ്രസ്സുകാരിൽ ജിൻഡോ ജോൺ റോമൻ കാത്തലിക്കാന്ന് അറിയിക്കാൻ, മറ്റേ കിട്ടാത്ത മുന്തിരി പുളി. അത് മാത്രല്ല, റോമൻ കാത്തലിക്കാന്ന് പുള്ളിക്കൊന്ന് പറയണമായിരുന്നു. അതായത് പുള്ളിയുടെ ആവശ്യം. ഞാൻ റോമൻ കാത്തലിക് ആണെന്ന് നാട്ടുകാരെ അറിയിക്കണം. അതിന് കിട്ടിയ ഒരു അവസരം മുതലാക്കി. പക്ഷേ ഇതൊന്നും ഓടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് വി മുരളീധരൻ ഒരു ഇരയിട്ട് കൊടുത്തത്. ഇവരുടനെ അതിൽ ചാടിക്കയറി പിടിച്ചു. വലിയ ആക്ഷേപം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2003 ബാച്ചിലെ IAS ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ആക്ഷേപം? ശ്രീല 10-20 കൊല്ലമായിട്ട് പണി ചെയ്യുന്ന അല്ലെ, മാധ്യമ പ്രവർത്തനം നടത്തുന്നയാളാണ് ഇദ്ദേഹം. പല സ്ഥലത്തും കണ്ണൂർ കളക്ടറായിരുന്നു. 2013 ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് വാങ്ങിച്ചതാണ്. നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സമിതികളാണ് ഏറ്റവും നല്ല കളക്ടറെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവര് സംസ്ഥാനത്തിന്റെ ശമ്പളമൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ ഇവര് കേന്ദ്രത്തിന്റെ ആൾക്കാരാണ്, IASകാരും IPSകാരും. അവരുടെ നിയന്ത്രണം, അതായത് അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേന്ദ്രത്തിന്റെ കയ്യിലാണ്.
അങ്ങനെ കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഓഫീസറെ കുറിച്ച് പറയുമ്പോൾ ഇവരൊന്ന് ആലോചിക്കണം. നമ്മൾ പറയുന്നത് മലന്ന് കിടന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വി മുരളീധരന് പറയാം, വി മുരളീധരന്റെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല, ഒരു IAS കാരനെയും പിന്നെ ഒരു പോസ്റ്റിലും ഇരുത്തിയിട്ടില്ല. പക്ഷെ കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്നെങ്കിലും ഈ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഇവരുടെ നിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണെങ്കിൽ ഇവരുടെ പോസ്റ്റിംഗ് ഏത് വകുപ്പിൽ വേണമെന്ന് സത്യത്തിൽ തീരുമാനിക്കുന്നത് കേന്ദ്രത്തിലല്ല, സംസ്ഥാനം കൊടുക്കുന്ന ഒരു പട്ടികയിൽ നിന്നാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരാലോചിക്കേണ്ടത് 2013 ഏറ്റവും നല്ല കളക്ടർക്കുള്ള, അതും കണ്ണൂരിലിരുന്ന് ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് വാങ്ങിച്ചയാള്. 2, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ IT വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. ആ IT വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ആരെയാ വെച്ചേ? കാര്യവിവരമുള്ള ആൾക്കാരെ വെക്കണ്ടേ? വെറും ഒരു IAS കാരനെ വെച്ചാൽ മതിയോ? അല്ല, അദ്ദേഹത്തിന്, അതായത് ഈ രത്തൻ യു ഖേൽക്കർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അദ്ദേഹം MBBS ബിരുദധാരിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ, അദ്ദേഹത്തിന് IT ഫീൽഡിനെ കുറിച്ചും നല്ല ധാരണയുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ അവിടെ വെച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു പരാതിക്കും ഇടം നൽകിയിട്ടില്ല. എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം, ഇല്ലെങ്കിൽ കീഴ് ജീവനക്കാരോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ മുതിർന്ന ജീവനക്കാരോട് മോശമായിട്ട് പെരുമാറി, തർക്കുത്തരം പറഞ്ഞു, രാഷ്ട്രീയക്കാരെ വെല്ലുവിളിച്ചു, ഇതൊക്കെയാണല്ലോ ഇവർക്കെതിരെ. ഇപ്പോൾ B അശോകിനെതിരെയും N പ്രശാന്തിനെതിരെയും ഒക്കെ ഉയരുന്ന ആരോപണം ഇതാണല്ലോ. താന്തോന്നികൾ, പറഞ്ഞാൽ കേൾക്കാത്തവർ, ഔട്ട് സ്പോക്കൺ, ഇതൊക്കെയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്ന കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ. ഇരിക്കട്ടെ, ആരെയും കിട്ടിയില്ലെങ്കിൽ IAS കാരുടെ നെഞ്ചത്ത് കയറുക, അതാണ്. അപ്പോൾ ഇവിടെ ഈ രത്തൻ യു ഖേൽക്കർ ഇത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ തന്നെ നിയമിച്ച, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആര് വരണമെന്നുള്ളത് 3 പേരുടെ പേര് കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കണം. അങ്ങനെ 3 പേരുടെ പേര് കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഒന്ന് ആലോചിക്കണം. അത് ഭരണഘടനാ പദവിയുള്ള ഒരു പോസ്റ്റാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ചു, ഈ 3 പേരിൽ നിന്ന് സമർത്ഥനായ ഒരാളെ, ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കും, മുൻകാല പ്രവർത്തനം നോക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് കളക്ടറാണല്ലോ ഭരണാധികാരി, അപ്പോൾ ആ ഭരണാധികാരിയായിരിക്കുന്ന ആള് എങ്ങനെ തെരഞ്ഞെടുപ്പ് കൈകാര്യം, ഇതിന്റെ എല്ലാം റിപ്പോർട്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേന്ദ്രത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും. കണ്ണൂർ കളക്ടറായിട്ടിരുന്ന് ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് വാങ്ങിച്ചപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളും എല്ലാം അതിനകത്ത് പരിഗണിച്ചിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തെ കൊണ്ടുവന്ന ഒരു കളക്ടർക്ക് അവാർഡ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പിൻകാല പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം വന്ന ഒരാളിനെ ഇവർ തന്നെ ശുപാർശ ചെയ്ത് അങ്ങോട്ട് വിട്ട് അവിടുന്ന് തിരഞ്ഞെടുത്തു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട്, അല്ലേ? അങ്ങനെ വന്ന ഒരാളിനെ ഇപ്പോൾ ഇതാ VD സതീശൻ അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് വിവേചനാധികാരം ഇല്ല. തീർച്ചയായിട്ടും അദ്ദേഹം എവിടെങ്കിലും കിടന്ന ഏതെങ്കിലും ഒരു ഉടനെ പഴയ സീലിന്റെ കഥ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇപ്പോ അല്ല, പഴയ സീൽ, BJPയുടെ സീല് അവിടെ കണ്ടു. BJPയുടെ സീല് കണ്ട വിഷയത്തിൽ ആരായിരുന്നു ആ സീൽ ഉണ്ടാക്കിയതെന്നും കണ്ടത് പുറത്ത് ആക്കിയിട്ടുണ്ട്. ഏത് അന്തംഗമ്മിയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്നൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ശ്രീലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന CM രവീന്ദ്രനെ അല്ലേ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഉന്നത ഒരു അധികാര പദവിയിൽ കൊണ്ടിരുത്തിയത്? ഏത് IAS? 10ാം ക്ലാസ് പാസ്സാകാതെയാണ് അദ്ദേഹം 87 ഇവിടെ വരുന്നത്. പിന്നീട് 10ാം ക്ലാസ് പാസ്സായി പിന്നീട് അദ്ദേഹം ഇതൊക്കെ നേടി, അതൊക്കെ സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരാൾ വളരട്ടെ. സ്വപ്നയ്ക്ക് അയച്ച മെസ്സേജ് മുഴുവൻ അക്ഷരത്തെറ്റായിരുന്നു ഇത്. ഇംഗ്ലീഷ് രാവിലെ നിങ്ങൾ ചിരിപ്പിച്ച് കൊല്ലരുത്. നമ്മുടെ പ്രേക്ഷകർ വളരെ ഗൗരവത്തോടെ ഇത് കാണാനിരിക്കുകയാണ്, അവരെ ചിരിപ്പിക്കരുത്. അല്ല, മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കത് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. രത്തൻ യു ഖേൽക്കറെ, അതായത് ഒരു IAS കഴിവ് തെളിയിച്ച, മികവ് തെളിയിച്ച ഒരു IAS ഓഫീസറെ മുഖ്യമന്ത്രിക്ക് തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വയ്ക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, BJPക്കാർ ഇത് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിന് മറുപടി കൊടുത്തു. ഞാൻ അതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു പ്രാധാന്യവും കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ BJPയുടെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ, നമുക്കപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. രത്തൻ യു ഖേൽക്കർ ഏതെങ്കിലും തരത്തിൽ അഴിമതിയോ കുഴപ്പങ്ങളോ, രത്തൻ യു ഖേൽക്കറെ കുറിച്ച് ഇല്ലെങ്കിലും ചിലരെ കുറിച്ച് മറ്റു ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ അല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അത് മാത്രമല്ല, വേറൊരു കാര്യം ശ്രീല അറിഞ്ഞോ? അതായത് നവീൻ ബാബുവിന്റെ മരണം, അത് ആ മരണകാലത്ത് വളരെ ദുരൂഹമാണ്. അത് മരണം ദുരൂഹമാണ്, കളക്ടറുടെ മൊഴി ദുരൂഹമാണ്, ഇടപാടുകൾ എല്ലാം ദുരൂഹമാണ്.
അങ്ങനെയുള്ള കളക്ടറായിരുന്ന അരുൺ കെ വിജയ് അദ്ദേഹത്തിനെ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആക്കി, അതിൽ കുഴപ്പമൊന്നും. KSIDCയുടെ MD ആക്കിയിരിക്കുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ പ്രശ്നമൊന്നുമില്ല. ആരോപണങ്ങളൊന്നും കമ്മികൾക്ക് ഒന്നും പറയാനില്ല. കാരണം അവർക്ക് ഗുണകരമായിരുന്ന അവരുടെ സ്വന്തം ആളാണ്. അപ്പൊ വ്യവസായ വകുപ്പ് ഇപ്പൊ കിട്ടിയാൽ പഴയ പെട്രോൾ പമ്പൊക്കെ ചിലപ്പോൾ ഇപ്പൊ ശരിയാക്കുമായിരിക്കും. എന്തായാലും അപ്പോ ഒരു രത്തൻ യു ഖേൽക്കറെ വേട്ടയാടാൻ, ഒരു B അശോകിനെ വേട്ടയാടാൻ, ഒരു N പ്രശാന്തിനെ വേട്ടയാടാൻ, അതായത് സത്യം പറഞ്ഞാൽ അവരെ വേട്ടയാടും. ഈ B അശോകും N പ്രശാന്തും ഒക്കെ, N പ്രശാന്ത് ആ ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ സത്യത്തിൽ നമ്മുടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. കാരണം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഒരു MOU ഒപ്പിട്ട്, ഒരു കരാർ ഒപ്പിട്ടിട്ട് മുഖ്യമന്ത്രി വന്ന് പറയാം, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ക്യാബിനറ്റ് തീരുമാനിക്കാതെ ഒരു കരാർ ഒപ്പിടാൻ പറ്റില്ല. അങ്ങനെ ക്യാബിനറ്റ് തീരുമാനിച്ചൊരു കരാർ ഒപ്പിട്ടിട്ട് അത് വിവാദമായി. രമേശ് ചെന്നിത്തല അതിനകത്തൊരു അഴിമതി ആരോപണം ഉന്നയിച്ച ഉടനെ എന്താ ചെയ്തേ? ഇങ്ങനൊരു കരാറേ ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി വന്നാ പറയണം. മത്സ്യബന്ധന വകുപ്പിന്റെ മന്ത്രിയും മേഴ്സിക്കുട്ടിയമ്മയും മുഖ്യമന്ത്രിയും ഒക്കെ കൂടെ വന്ന് പറയുകയാണ് അങ്ങനൊരു കരാറേ ഇല്ല. ഇതിപ്പോ ഇത്രയും കാലം N പ്രശാന്ത് അത് മിണ്ടാതിരുന്നത് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ടാണെന്ന് ഞാൻ പറയും. അതേ ഒരു മാന്യനായ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്. അതെ, ഞാൻ പറയണ അദ്ദേഹത്തിന് വേറെ ഒരുപാട് കുഴപ്പങ്ങൾ കാണുമായിരിക്കും, എനിക്കറിയില്ല. അല്ല, നമുക്കിപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായി തുറന്നു പറയേണ്ട ചില സമയങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജയതിലകന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ വൈകിട്ടാണ്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നേരത്തെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് പറയണമായിരുന്നു, അല്ലെ? അത് ഈ എന്താ പറയാ, മുഖം മൂടി വലിച്ചു കീറി കാണിക്കാൻ. പക്ഷേ ഈ IAS തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടെന്ന് ഇവരെല്ലാം ഒരു അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന, നമുക്ക് പത്രക്കാർക്ക് മാധ്യമപ്രവർത്തകർക്ക് പുറത്തു നിന്ന് വലിയ ചോദ്യങ്ങൾ ചോദിക്കാം, ഇവരെ വിമർശിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആ കസേരയിൽ ഇരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ, നമ്മൾ പറയും ഭയങ്കര പവറുള്ള കസേര. ഒരു ഭയങ്കരവുമല്ല സത്യത്തിൽ. ഈ രാഷ്ട്രീയക്കാരുടെ വെറും പന്ത് തട്ടുന്നത് പോലെ ഇട്ട് തട്ടുന്ന ഗതികേടിലേക്കാണ് പല IAS ഉദ്യോഗസ്ഥരും ചെന്ന് വീഴുന്നത്. മനസ്സാക്ഷിയുള്ളവർക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, സത്യസന്ധരായവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷം അത് കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ വരാനുണ്ട്. സത്യത്തിൽ B അശോകും N പ്രശാന്തും മാത്രമല്ല, ഇങ്ങനെ മൗനം പാലിച്ച് വൽമീകത്തിനുള്ളിലിരിക്കുന്ന നിരവധി IAS ഓഫീസർമാരുണ്ട്. എനിക്കറിയാം, ഞാൻ ആരുടെയും പേരിപ്പോൾ പറയുന്നില്ല. അവർ പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ, അതിൽ നിന്ന്, അവരുടെ പൊട്ടിത്തെറിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ലാവയുടെ ചെറിയൊരു ചൂടടിച്ചാൽ മതി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഒക്കെ വെന്തുരുകിപ്പോവും. അതുപോട്ടെ. അപ്പോൾ ഇവിടെ രത്തൻ യു ഖേൽക്കറിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് ഏറ്റുപിടിക്കാൻ ഇവിടെ കുറെ മാധ്യമങ്ങൾ, അതാണ് അതിലും രസം. VD സതീശൻ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നു. അങ്ങേരെ അധികാരത്തിൽ കയറിയിട്ട് 4 ദിവസമായിരുന്നു. അങ്ങേരൊന്ന് സ്വസ്ഥമായിട്ട് കസേരയിൽ ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. BJP ഉന്നയിച്ച ആരോപണത്തിന് രാഷ്ട്രീയമായൊരു കാരണമുണ്ട്. അത് BJPയുടെ രാഷ്ട്രീയമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത്? അന്ധമായ വിരോധമല്ലാതെ, കോൺഗ്രസ് വിരോധമല്ലാതെ, VD സതീശനോടുള്ള എന്താ പറയുക, പകയും വെറുപ്പും അല്ലാതെ ഒരു മികച്ച IAS ഓഫീസറെ, നിങ്ങളുടെ കാലത്ത് ഏറ്റവും മികച്ച സേവനം നൽകിയെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു IAS ഓഫീസറെ കുറിച്ച് ഇന്നിങ്ങനെ മോശമായിട്ട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ ഇരട്ടത്താപ്പിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്.